ഹലോ, ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്ന് നമ്മളുടെ ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സിൻ്റെ സെക്കൻഡ് ക്ലാസ്. നമ്മളുടെ ഫസ്റ്റ് മൊഡ്യൂള് കഴിഞ്ഞു. ഫിനാൻഷ്യൽ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളുടെ പേപ്പറിൽ ഫസ്റ്റ് മൊഡ്യൂള് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ ആൻഡ് അതിലുള്ള മെയിൻ ഏരിയാസ് കവർ ചെയ്തിട്ട് ആ മൊഡ്യൂള് കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ മൊഡ്യൂളിൻ്റെ നോട്ട്സ് ഞാൻ അസൈൻമെൻ്റ് ആയിട്ട് തന്നത് എല്ലാവരും നമ്മളുടെ സ്ലൈഡ്സും അതേപോലെ ടെക്സ്റ്റ് അവൈലബിൾ ആണെങ്കിൽ അതും വായിച്ചിട്ട് എല്ലാവരും നോട്ട്സ് ബാക്ക് സൈഡിൽ ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഡെറിവേറ്റീവ്സ് എന്ന് കണ്ടു, അതിൻ്റെ ഫീച്ചേഴ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് ഉള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ ഡെറിവേറ്റീവ് മാർക്കറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺട്രാക്റ്റ് ആണ് ബിറ്റ്വീൻ ടു പാർട്ടീസ് ടു ബൈ ഓർ സെൽ എ സർട്ടൈൻ അസറ്റ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് മേടിക്കാനും വിൽക്കാനുമുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമുക്ക് ഡെറിവേറ്റീവ് മാർക്കറ്റ് തരുന്നത്. ഓക്കെ, ഡെറിവേറ്റീവ് മാർക്കറ്റ് ഈസ് ദ മീഡിയം ത്രൂ വിച്ച് ദ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഡെറിവേറ്റീവ് കോൺട്രാക്ട്സ് ടേക്സ് പ്ലേസ്. ഡെറിവേറ്റീവ് കോൺട്രാക്ട്സ് നമുക്ക് മേടിക്കാനും വിൽക്കാനുമുള്ള ഒരു മീഡിയമാണ് ഡെറിവേറ്റീവ് മാർക്കറ്റ്. എ ഡെറിവേറ്റീവ് ക്യാൻ ഐദർ ബി എക്സ്ചേഞ്ച് ട്രേഡഡ് ഓർ ഓവർ ദ കൗണ്ടർ. അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. ഒരു ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞത് നമുക്ക് രണ്ട് രീതിയിൽ ട്രേഡ് ചെയ്യാം. ഒന്ന് ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവും ദ അതർ വൺ എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവും. അതിൽ നമുക്ക് ആദ്യം ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവ് എന്താണെന്ന് നോക്കാം. സോ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ they are derivative that are traded outside the exchange. The contract is directly entered between two mutually consenting parties with matching needs that are known to each other. ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചിലൂടെ അല്ല നടക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഡെറിവേറ്റീവ് കോൺട്രാക്ട്സിനെയാണ് നമ്മൾ ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവ്സ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ്, ഒരു ഓർഗനൈസ്ഡ് എക്സ്ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് തന്നെ കൗണ്ടർ പാർട്ടി റിസ്ക് കൂടുതലാണ്. ഏതെങ്കിലും കോൺട്രാക്റ്റിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടി അവരുടെ ലയബിലിറ്റി എക്സൈസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റേ അതർ ഓപ്പോസിറ്റ് പാർട്ടിക്ക് ലയബിലിറ്റി കംപ്ലീറ്റ് ലോസ് ആയിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി അയാളുടെ ഒബ്ലിഗേഷൻ ഫില്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനോ റെഗുലേറ്റ് ചെയ്യാനോ ഒന്നും ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റി ഇല്ല. സോ റിസ്കിയാണ്, അതേപോലെ തന്നെ എന്താണ് നോൺ സ്റ്റാൻഡർഡൈസ്ഡ് ആണ്. പിന്നെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് കോൺട്രാക്ട്സ് ആണ്. ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവ്സ് രണ്ടാളുകൾ തമ്മിൽ കോൺട്രാക്റ്റിലോട്ട് വരുമ്പോൾ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റാണ് ഓവർ ദ കൗണ്ടർ ഡെറിവേറ്റീവ്. ഇനി എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ്സ് എന്താണെന്ന് നോക്കാം. So exchange traded derivative means what? A derivative that is traded on a stock exchange in an organized exchange. ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചിലൂടെയുള്ള ട്രേഡിംഗ് ഓഫ് ഡെറിവേറ്റീവ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. So in an exchange traded derivative, a derivative exchange acts as an intermediary to all transactions. So there will be an exchange who act in between the derivative buyer or seller, that is the parties, and the stock exchange. So there will be an intermediary to all transactions. The specifications or terms of the contract are determined by the exchange after considering the characteristics of the underlying asset. അപ്പോൾ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ത് ചെയ്യും, ഒരു അണ്ടർലൈങ് അസറ്റ് എന്താണോ ആ അണ്ടർലൈങ് അസറ്റിൻ്റെ റിസ്ക്കും പ്രോപ്പർട്ടീസും ഒക്കെ നോക്കിയിട്ട് ഒരു എക്സ്ചേഞ്ച് ആ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സ്പെസിഫൈ ചെയ്യും. ആൻഡ് മെറിറ്റ്സ് നമ്മൾ OTC ഡെറിവേറ്റീവിനെ നോക്കുകയാണെങ്കിൽ ഇത് റിസ്കി അല്ല, ലെസ് റിസ്കിയാണ്, അതേപോലെ തന്നെ ഇത് സ്റ്റാൻഡർഡൈസ്ഡ് ആണ്, അതുകൊണ്ട് നമുക്ക് റിലയബിൾ ആണ്. ആൻഡ് നമുക്ക് ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് രണ്ടിൻ്റെയും ഡിഫറൻസ് നോക്കാം. Exchange traded derivative does not have any counterparty risk, but in OTC contract there exists counterparty risk. So നമ്മൾ ഡിസ്കസ് ചെയ്ത് തന്നെയാണ്. Then exchange traded derivative is traded on an organized exchange, but OTC it is an agreement between two parties. Then transaction costs are low in exchange traded derivative
Transaction costs are more in OTC derivative. Exchange traded derivative have standardized terms set by exchange, but in OTC, contracts are customized to the requirement of the counterparty. In exchange traded derivative, prices are publicly available. In OTC, prices are not available. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ് ഒരു എക്സ്ചേഞ്ചിലൂടെയാണല്ലോ നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ എത്ര രൂപക്കാണോ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് അത് കോട്ട് ചെയ്യുന്നത്, ആ കോട്ട് ചെയ്യുന്ന പ്രൈസ് എന്താണ്, എക്സ്ചേഞ്ചിൽ അവൈലബിൾ ആണ്. സോ എന്തൊക്കെ ഒരു പ്രൈസ് ആ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിനുണ്ടോ അത് എല്ലാ പബ്ലിക് ആസ് എ ഹോൾ അവൈലബിൾ ടു പബ്ലിക് ആസ് എ ഹോൾ. ഓക്കെ, ബട്ട് OTC ഡെറിവേറ്റീവ് പ്രൈസസ് പബ്ലിക്ലി അവൈലബിൾ അല്ല. ഏത് പാർട്ടീസാണോ കോൺട്രാക്റ്റ് എടുക്കുന്നത് അവർക്ക് രണ്ടുപേർക്കും മാത്രം അറിയുന്ന പ്രൈസ് ആയിരിക്കും അത്. ഓക്കെ, then in exchange traded derivative, market traders do not know each other, but in OTC market players are known to each other. സോ അത് നമുക്ക് മനസ്സിലാവുന്ന പോയിന്റ് തന്നെയാണ്. സോ ദിസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സ്ചേഞ്ച് ട്രേഡഡ് ഡെറിവേറ്റീവ് ആൻഡ് OTC ഡെറിവേറ്റീവ്. വളരെ സിമ്പിളാണ് ബട്ട് ഇമ്പോർട്ടൻറ്റുമാണ്. ഓക്കെ, then let's see what are the importance of derivative market. Okay, first one, increases the volume of transactions. ഒരു ഡെറിവേറ്റീവ് മാർക്കറ്റ് നമുക്കൊരു ലാർജ് നമ്പർ ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിങ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം തരുന്നതിലൂടെ എന്ത് ചെയ്യും, വോളിയം ഓഫ് ട്രാൻസാക്ഷൻസ് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ എത്ര ആളുകളുണ്ടോ, ഏതൊക്കെ ആളുകളുണ്ടോ അവർക്കൊക്കെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ അതൊരു കോൺട്രാക്റ്റ് ആയിട്ട് എക്സ്ചേഞ്ചിൽ പ്ലേസ് ചെയ്യാനും അങ്ങനെ ലാർജ് വോളിയം ഓഫ് ട്രാൻസാക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാനുമുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഡെറിവേറ്റീവ് മാർക്കറ്റ് നമുക്ക് തരുന്നത്. ദെൻ ട്രാൻസാക്ഷൻ കോസ്റ്റ് ആർ ലോവർ ഇൻ ഡെറിവേറ്റീവ് മാർക്കറ്റ്. വേറെ മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ട്രാൻസാക്ഷൻ കോസ്റ്റ് കമ്പാരിറ്റീവ്ലി ലെസ് ആണ് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ എന്ന് പറയുന്നുണ്ട്. ദെൻ ദ റിസ്ക് ഓഫ് ഹോൾഡിംഗ് ദ അണ്ടർലൈങ് അസറ്റ് ഈസ് ലോവർ. അപ്പോൾ ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് എടുക്കുന്നതിലൂടെ നമ്മൾ ഏതെങ്കിലും ഒരു അസറ്റിലുള്ള ലോസിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ റിസ്ക് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് എടുക്കുന്നത്. സോ അങ്ങനെ ഒരു കോൺട്രാക്റ്റ് എടുക്കുന്നതിലൂടെ ഏതെങ്കിലും ഒരു അസറ്റിലുള്ള പ്രൈസ് ഫ്ലക്ച്വേഷൻസ് നമുക്ക് ഒരു പരിധി വരെ കുറക്കാൻ കഴിയും. അതാണ് റിസ്ക് ഓഫ് ഹോൾഡിംഗ് ദ അണ്ടർലൈങ് അസറ്റ് ഈസ് ലോവർ എന്ന് പറയുന്നത്. ദെൻ ഇറ്റ് ഇൻക്രീസ് ദ ലിക്വിഡിറ്റി ഓഫ് ദ കോൺട്രാക്റ്റ്. എന്താണ് ലിക്വിഡിറ്റി? ലിക്വിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കൺവേർട്ടബിലിറ്റി ഓഫ് അസറ്റ് ഇൻ ടു ക്യാഷ് ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് ലാർജ് നമ്പർ ഓഫ് ബൈയിങ് ആൻഡ് സെല്ലിങ് നടക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം തരുന്നതിലൂടെ എല്ലാ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റും അതത് സമയങ്ങളിൽ എന്ത് ചെയ്യാം, അത് ക്യാഷിലോട്ടാക്കാനും എൻക്യാഷ് ചെയ്യാനും ഉള്ള ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസ്കവറി ഓഫ് പ്രൈസ് ഓഫ് കോൺട്രാക്ട്സ്. ഡെറിവേറ്റീവ് കോൺട്രാക്ട്സിൽ എല്ലാ പാർട്ടീസും അവരുടെ ഇൻറ്റൻഷൻ, ബൈ ആൻഡ് സെൽ ഇൻറ്റൻഷൻ ഒരു പ്രൈസ് ആയിട്ട് ഒരു കോൺട്രാക്റ്റ് ആയിട്ട് മാർക്കറ്റിൽ കോട്ട് ചെയ്യുന്നതിലൂടെ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, കോൺട്രാക്ട്സിൻ്റെ ഡെറിവേറ്റീവ് കോൺട്രാക്ട്സിൻ്റെ ഇപ്പോഴുള്ള എക്സിസ്റ്റിംഗ് പ്രൈസ് ഡിസ്കവർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഡെറിവേറ്റീവ് മാർക്കറ്റ് തരുന്നുണ്ട്. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ ട്രാൻസ്ഫറിങ് ഓഫ് റിസ്ക് ബിറ്റ്വീൻ പാർട്ടീസ്. ഒരു ഡെറിവേറ്റീവ് മാർക്കറ്റ് രണ്ട് ആളുകൾക്കുള്ള പേഴ്സണൽ റിസ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ചിട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നുണ്ട്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡെറിവേറ്റീവ് മാർക്കറ്റ്. ദെൻ ലെറ്റ്സ് സീ വാട്ട് ഈസ് ഹെഡ്ജിങ്. ഹെഡ്ജിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ്. ഹെഡ്ജിങ് എന്നുള്ളതിൻ്റെ മീനിങ് എലിമിനേറ്റിംഗ് ദ റിസ്ക് എന്നാണ്. ഏതെങ്കിലും ഒരു അസറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊസിഷൻ ഒരാൾക്കുണ്ടെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡിനെയാണ് ഹെഡ്ജിങ് എന്ന് പറയുക. ഇറ്റ് ഈസ് എ ടെക്നിക് ഓഫ് റെഡ്യൂസിങ് ദ റിസ്ക് അറ്റാച്ച്ഡ് വിത്ത് ആൻ അസറ്റ്. ഇറ്റ് ഹെൽപ്സ് ഇൻ മാനേജിങ് റിസ്ക് ഓഫ് ഹോൾഡിംഗ് ആൻ അസറ്റ് ഓർ സെക്യൂരിറ്റി. സോ ഹെഡ്ജിങ്ങിലൂടെ നമുക്ക് ഏതെങ്കിലും ഒരു അസറ്റ് ഹോൾഡ് ചെയ്യാനുള്ള റിസ്ക് വേറെ ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് എടുക്കുന്നതിലൂടെ ഒരു ലിമിറ്റ് വരെ അതിനെ കുറക്കാൻ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത എക്സാമ്പിൾ. നമ്മളൊരു വീറ്റ് ഗ്രോവറിൻ്റെയും സെല്ലറിൻ്റെയും ബയ്യറിൻ്റെയും കേസ് പറഞ്ഞു. സോ അവർക്ക് ആ വീറ്റ് എന്നുള്ള കമ്മോഡിറ്റിയിലുള്ള പ്രൈസ് ഫ്ലക്ച്വേഷനെ ഒരു പരിധി വരെ ലിമിറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ അങ്ങനെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഹെഡ്ജിങ് എന്ന് പറയുന്നത്. Then let's see who are the major players in the derivative market. Major players in the derivative market are hedgers, speculators, arbitrators and spreaders. Then first one, hedgers. Hedgers നമ്മൾ പറഞ്ഞു
They are people who enter the derivative contract for covering risk or eliminating the risk associated with an asset in the market. ഒരു അസറ്റ് ഉണ്ടെങ്കിൽ ആ അസറ്റിൻ്റെ റിസ്ക് എലിമിനേറ്റ് ചെയ്യണം എന്നുള്ള പർപ്പസിലൂടെയാണ് ഒരാൾ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിലോട്ട് എൻ്റർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കോൺട്രാക്റ്റാണ്, അങ്ങനത്തെ ആളുകൾക്ക് പ്ലെയേഴ്സിന് പറയുന്ന പേരാണ് ഹെഡ്ജേഴ്സ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ സ്പെക്യുലേറ്റേഴ്സ്. Speculators are people who continuously buy and sell securities with the objective of earning maximum profit. They are investors who take risk for the purpose of making profit from price fluctuations. They accept a risk in the expectation of future return. They make forecast about the prices and put their money in this forecast. സോ സ്പെക്കുലേറ്റേഴ്സ് നമുക്കറിയാം, വില കൂടുന്ന സമയത്ത് അസറ്റ് വിൽക്കാനും വില കുറയുന്ന സമയത്ത് അസറ്റ് മേടിക്കുകയും ചെയ്യുന്ന ആളുകളാണ് സ്പെക്കുലേറ്റേഴ്സ്. അപ്പോൾ ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് എങ്ങനെയാണ് സ്പെക്കുലേഷന് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ ഒരു ഇൻവെസ്റ്റർ, ആ ഇൻവെസ്റ്ററിന് കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റിനെ കുറിച്ചൊരു അവയർനെസ് ഉണ്ട്. സോ എപ്പോഴും മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് പ്രഡിക്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അയാൾക്ക്. അപ്പോൾ അയാൾ എന്ത് ചെയ്യണം, അയാൾക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുകയാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റോക്ക് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞ ഒരു ഡെറിവേറ്റീവ് ഉണ്ട്. അതിൽ റിലയൻസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്കിൻ്റെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ, റിലയൻസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്കിന് ഇന്നത്തെ വില മാർക്കറ്റിൽ 100 റുപ്പീസാണ്. ഡെറിവേറ്റീവ് മാർക്കറ്റല്ല, സാധാരണ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ 100 റുപ്പീസാണ്. ആൻഡ് ആ സെയിം അസറ്റ് നമ്മൾ എന്താണ് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ നോക്കുമ്പോൾ ഫസ്റ്റ് 110 റുപ്പീസിനാണ് റിലയൻസിൻ്റെ ഒരു സ്റ്റോക്ക് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഇട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുക. സോ ഇന്ന് മാർക്കറ്റിൽ അത് 100 രൂപയാണ്. സോ ഇൻവെസ്റ്റർ വിചാരിക്കുകയാണ്, ഞാൻ 100 രൂപ ഉള്ള ഒരു ഷെയർ അത് ഞാൻ എന്ത് ചെയ്യണം, ഒരു കോൺട്രാക്റ്റ് മേടിക്കാം, ഒരു അഗ്രിമെൻറ്റ്. ഫ്യൂച്ചറിൽ ഇന്ന് 100 രൂപയാണ് അത് മാർക്കറ്റിലുള്ളത്. ബട്ട് അയാൾക്കൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്, എന്ത്, ആ 100 രൂപ എന്നുള്ളത് ഇന്ന് അയാൾക്ക് മേടിക്കാൻ 100 രൂപ എന്നുള്ളത് ഫ്യൂച്ചറിൽ അത് 90 റുപ്പീസ് ആവാൻ ചാൻസ് ഉണ്ട് എന്ന് അയാൾക്ക് തോന്നുകയാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, ഫ്യൂച്ചറിൽ അത് 110 റുപ്പീസ് ആവും, ഇൻക്രീസ് ചെയ്യും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷൻ അയാൾക്ക് ഉണ്ടാവുകയാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും, ഈ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ അത് ഒരു എക്സാമ്പിൾ 100 രൂപ എന്നുള്ള ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ ഒരു 105 റുപ്പീസാണെന്ന് വിചാരിക്കുക. അപ്പോൾ 105 റുപ്പീസിന് ഫ്യൂച്ചറിൽ, അതായത് ഇപ്പോൾ നാളെ ആണെങ്കിൽ നാളെ മേടിക്കാനുള്ള ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് എടുക്കും. അങ്ങനെ ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് എടുക്കുന്നതിലൂടെ അയാൾക്ക് എന്ത് ചെയ്യും, ഫ്യൂച്ചറിൽ ഒരു കോൺട്രാക്റ്റ് എടുക്കുന്നതിലൂടെ അയാൾക്ക് 105 രൂപക്ക് ആ ഡെറിവേറ്റീവ് വാങ്ങാൻ സഹായിക്കും. ആൻഡ് ആ ഒരു ദിവസം കഴിയുമ്പോൾ മാർക്കറ്റിൽ അയാളുടെ എക്സ്പെക്റ്റേഷൻ പ്രകാരം ആ ഒരു സ്റ്റോക്കിൻ്റെ വില സ്റ്റോക്ക് മാർക്കറ്റിൽ 110 രൂപയായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് അനുസരിച്ച് 105 രൂപക്ക് മേടിക്കാം. ആൻഡ് ആ മേടിച്ച 105 രൂപക്ക് മേടിച്ച സാധനം 100 രൂപക്ക് എന്ത് ചെയ്യാം, സാധാരണ ക്യാഷ് മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലൂടെ സെയിൽ ചെയ്തിട്ട് അയാൾക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാം. സോ അങ്ങനെ പ്രൈസ് ഡിഫറൻസസ് യൂസ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു സ്ട്രാറ്റജി ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സിനെയാണ് നമ്മൾ സ്പെക്യുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ്, functions of speculators. They contribute to market efficiency. Speculators നമുക്ക് മാർക്കറ്റ് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. They provide liquidity to the market. They help in finding matching parties for the contract. നമുക്ക് ബയേഴ്സും സെല്ലേഴ്സും ഒരേപോലെ അവരുടെ ആവശ്യങ്ങൾ മാച്ച് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്ക് സ്പെക്കുലേറ്റേഴ്സ് തരുന്നുണ്ട്. അവരെപ്പോഴും സ്പെക്കുലേറ്റേഴ്സ് മാർക്കറ്റിൽ എൻ്റർ ചെയ്യുന്നതിലൂടെ നമുക്ക് ബയേഴ്സ് സെല്ലേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്പോസിറ്റ് പാർട്ടീസിനെയാണ് കിട്ടുന്നത്. They make the market competitive. They help in expanding the market size. ലാർജ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസിലൂടെ അവർ ഏർപ്പെടുന്നതിലൂടെ മാർക്കറ്റിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്യാൻ സ്പെക്കുലേറ്റേഴ്സ് ഹെൽപ്പ് ചെയ്യും. So these are about speculators. The next type of players in the derivative market are arbitrators. Arbitrators are persons who who simultaneously purchase and sell securities in one market at a low price and the sale of the same in another market at a relatively high price. ഒരു ഇൻവെസ്റ്റർ, ഇപ്പോൾ നമ്മൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പോൾ 2 എക്സ്ചേഞ്ച് ഉണ്ട് നമുക്ക് മെയിനായിട്ട് ഇന്ത്യയിൽ, NSE ഉണ്ട്, BSE ഉണ്ട്. അപ്പോൾ 2 എക്സ്ചേഞ്ചിലും ഒരു റിലയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ചിലപ്പോൾ NSE എന്ന് പറഞ്ഞ ഒരു എക്സ്ചേഞ്ചിൽ ആ റിലയൻസിന് ഒരു സ്റ്റോക്കിന് 100 രൂപ ഉള്ളത്
BSEയിൽ എന്തായിരിക്കും ചിലപ്പോൾ 90 റുപ്പീസേ ഉണ്ടാവുള്ളൂ. അങ്ങനെ രണ്ട് മാർക്കറ്റിലും അവരുടെ ട്രാൻസാക്ഷൻ കോസ്റ്റും അല്ലെങ്കിൽ അവരുടെ വോളിയം ഓഫ് ട്രേഡും അനുസരിച്ച് ഓരോ എക്സ്ചേഞ്ചിലും എന്ത് ചെയ്യാം, പ്രൈസ് ഓഫ് സെയിം ഷെയർസ് വിത്ത് സെയിം ഫീച്ചേഴ്സ് ഡിഫർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ രണ്ട് എക്സ്ചേഞ്ച് തമ്മിലുള്ള പ്രൈസ് ഡിഫറൻസിനെ ഒരു ടൂളാക്കി യൂസ് ചെയ്ത് പ്രോഫിറ്റ് മേക്ക് ചെയ്യുന്ന ആളുകളെയാണ് ആർബിട്രേജേഴ്സ് എന്ന് പറയുക. സോ അയാൾ എന്ത് ചെയ്യും, ലോ പ്രൈസുള്ള എക്സ്ചേഞ്ചിൽ പോയിട്ട് ആ ഷെയർ മേടിക്കും, എന്നിട്ട് ഹൈ പ്രൈസുള്ള എക്സ്ചേഞ്ചിൽ പോയിട്ട് അയാളെ ഷെയർ വിൽക്കും. സോ അങ്ങനെ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ആർബിട്രേജേഴ്സ് എന്ന് പറയുന്നത്. ദെൻ സ്പ്രെഡേഴ്സ്. Spreaders are people who undertake derivative contracts for taking advantage of the difference in price of asset with the same features that are traded at different period of time. Same features ഉള്ള, സെയിം ക്യാരക്ടറിസ്റ്റിക് ഉള്ള, സെയിം റിസ്ക്കും റിട്ടേണും ഉള്ള അസറ്റ് അത് ഡിഫറെൻറ്റ് പീരിയഡിലുള്ള അസറ്റ് മേടിക്കുകയും വിൽക്കുകയും ചെയ്യുന്ന, അതിൽ നിന്നും പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആളുകളെയാണ് നമ്മൾ സ്പ്രെഡേഴ്സ് എന്ന് പറയുക. സോ രണ്ട് ടൈം ഉണ്ടെങ്കിൽ നമുക്കറിയാം, ടൈം കൂടുന്നതിനനുസരിച്ച് പ്രൈസ് ഓരോ അസറ്റിൻ്റെയും പ്രൈസ് കൂടുകയും കുറയുകയും ചെയ്യും. സോ അങ്ങനെ ഏതെങ്കിലും ഒരു ടൈമിൽ വില കുറവായ ടൈമിൽ മേടിക്കുകയും വില കൂടുന്ന ടൈമിൽ വിൽക്കുകയും ഡിഫറെൻ്റ് ഓഫ് മെച്യൂരിറ്റി പീരീഡ്, ഓരോ അസറ്റിൻ്റെയും മെച്യൂരിറ്റി പീരീഡിൻ്റെ ഡിഫറൻസ് നോക്കിയിട്ട് നമ്മൾ ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ, സോ അങ്ങനെ എൻ്റർ ചെയ്യുന്ന പ്ലെയേഴ്സിനെയാണ് സ്പ്രെഡേഴ്സ് എന്ന് പറയുന്നത്. Then let's see the difference between hedging and speculation. In hedging, the main aim is to cover or eliminate risk. ഒരു ഹെഡ്ജർ ഹെഡ്ജ് ചെയ്യുന്നത് റിസ്ക് എലിമിനേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ഒബ്ജക്റ്റീവ് കൊണ്ടാണ്. ബട്ട് ഇൻ സ്പെക്യുലേഷൻ ദ മെയിൻ എയിം ഈസ് ടു മേക്ക് പ്രോഫിറ്റ് ഫ്രം ഷോർട്ട് ടേം ഫ്ലക്ച്വേഷൻസ്. ഒരു സ്പെക്യുലേറ്റർ ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത് പ്രൈസ്, ഒരു അസറ്റിൻ്റെ പ്രൈസിൽ ഉണ്ടാവുന്ന പ്രൈസ് ഫ്ലക്ച്വേഷൻസ് എക്സ്പ്ലോയിറ്റ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഹെഡ്ജിങ് മേ ബി ലോങ് ഓർ ഷോർട്ട്, speculating may be constructive or destructive. Then hedging less risky, speculation risk is high. ഹെഡ്ജിങ്ങിൽ റിസ്ക് കുറവാണ്, റിസ്ക് കുറക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ബട്ട് സ്പെക്യുലേഷനിൽ എന്താണ്, കണ്ടിന്യൂസ് ആയിട്ട് പ്രൈസ് ഫ്ലക്ച്വേഷൻസ് നമ്മൾ എടുക്കുന്നതിലൂടെ നമ്മളുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചല്ല ആ മാർക്കറ്റ് മൂവ്മെൻറ്റ് എന്നുണ്ടെങ്കിൽ റിസ്ക് ഇൻകർ ചെയ്യാനുള്ള പോസിബിലിറ്റിയും കൂടുതലാണ്. Then hedging is a complicated process, speculation is an easy process. Hedging is comparatively complicated while speculation is an easy process. So these are the difference between hedging and speculation. Then let's see what are the difference between a cash market and a derivative market. അപ്പോൾ ക്യാഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നോർമലി ഉള്ള മാർക്കറ്റിനെയാണ് ക്യാഷ് മാർക്കറ്റ്. നമ്മൾ നോർമൽ ട്രേഡിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് നടക്കുന്ന മാർക്കറ്റിനെയാണ് ക്യാഷ് മാർക്കറ്റ് എന്ന് പറയാം. ബട്ട് ഡെറിവേറ്റീവ് മാർക്കറ്റ് നമ്മൾ പറഞ്ഞ OTC ആവാം, എക്സ്ചേഞ്ച് ട്രേഡഡ് ആവാം. ഡെറിവേറ്റീവ്സ് ട്രേഡ് ചെയ്യാനുള്ള മാർക്കറ്റാണ് ഡെറിവേറ്റീവ് മാർക്കറ്റ്. നമുക്ക് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് പറയാം. ഇൻ ക്യാഷ് മാർക്കറ്റ് ദർ ആർ ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ് ആൻഡ് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. ഒരു ക്യാഷ് മാർക്കറ്റിൽ നമ്മൾ അസറ്റ് മേടിക്കുമ്പോഴും വിൽക്കുമ്പോഴും അതത് സമയങ്ങളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അസറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട്. ബട്ട് ഇൻ ഡെറിവേറ്റീവ് മാർക്കറ്റ് അസറ്റ് ആർ ഡെലിവേർഡ് അറ്റ് എ ഫ്യൂച്ചർ ഡേറ്റ്. ഒരു ഡെറിവേറ്റീവ് മാർക്കറ്റിൽ നമ്മൾ ഇന്നൊരു കോൺട്രാക്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ അഗ്രി ചെയ്ത ഫ്യൂച്ചർ ഡേറ്റിലാണ് ആ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ അസറ്റ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് പോയിന്റ്. ദ നെക്സ്റ്റ് വൺ, ഓൺലി ടാഞ്ചിബിൾ അസറ്റ് ആർ ട്രേഡഡ്. ഒരു ക്യാഷ് മാർക്കറ്റിൽ നമുക്ക് ടാഞ്ചിബിൾ ആയിട്ടുള്ള എക്സിസ്റ്റൻസ് ഉള്ള, ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള ഒരു അസറ്റ് മാത്രമാണ് ട്രേഡ് ചെയ്യുന്നത്. ബട്ട് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ഇൻടാഞ്ചിബിൾ അസറ്റും സെയിൽ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞൊരു ഡെറിവേറ്റീവ് ഉണ്ട്. സോ നമുക്ക് ഇൻടാഞ്ചിബിൾ അസറ്റും അവിടെ ട്രേഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഇൻ ക്യാഷ് മാർക്കറ്റ് ദ ട്രാൻസാക്ഷൻ ടേക്ക് പ്ലേസ് ഫോർ കൺസംഷൻ ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. ക്യാഷ് മാർക്കറ്റിൽ നമുക്ക് അതത് സമയങ്ങളിൽ കൺസംഷൻ ആവശ്യമുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രേഡ് ചെയ്യുന്നത്. ബട്ട് ഒരു ഡെറിവേറ്റീവ് മാർക്കറ്റിൽ റിസ്ക് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആളുകൾ ട്രേഡ് ചെയ്യുന്നത്. ദെൻ ഇൻ ക്യാഷ് മാർക്കറ്റ് അസറ്റ് ആർ ട്രേഡഡ് അറ്റ് പ്രിവൈലിംഗ് പ്രൈസസ്. ക്യാഷ് മാർക്കറ്റിൽ നമ്മളുടെ ഇപ്പോൾ എന്താണോ പ്രൈസ് മാർക്കറ്റിലുള്ളത് ആ പ്രൈസ് വെച്ചിട്ടാണ് ട്രാൻസാക്ഷൻസ് നടക്കുന്നത്. ബട്ട് ഡെറിവേറ്റീവ് മാർക്കറ്റിൽ
ഒരു ക്യാഷ് മാർക്കറ്റിലുള്ള പ്രൈസിൻ്റെ കൂടെ നമ്മൾ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിൻ്റെ റിസ്ക് കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ ആ കോൺട്രാക്റ്റിൻ്റെ വാല്യൂ നമ്മൾ കോൺട്രാക്റ്റ് ട്രേഡ് ചെയ്യാനുള്ള വാല്യൂ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്. ദെൻ ഇൻ ക്യാഷ് മാർക്കറ്റ് ട്രാൻസാക്ഷൻസ് ആർ ഓൾവേസ് ക്യാഷ് സെറ്റിൽഡ്. ഒരു ക്യാഷ് മാർക്കറ്റിൽ എന്തൊക്കെ ട്രാൻസാക്ഷൻ ഉണ്ടോ അത് അതത് സമയങ്ങളിൽ ക്യാഷ് ആയിട്ട് സെറ്റിൽ ചെയ്യുന്നുണ്ട്. ബട്ട് ഡെറിവേറ്റീവ് മാർക്കറ്റ് ട്രാൻസാക്ഷൻസ് ആർ സെറ്റിൽ ഐദർ ബൈ ക്യാഷ് സെറ്റിൽമെൻറ്റ് ഓർ ഫിസിക്കൽ ഡെലിവറി. ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ ഒരു കോൺട്രാക്റ്റ് നമ്മൾക്ക് മെച്യൂരിറ്റി എത്തുമ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മൾ അഗ്രി ചെയ്ത കോൺട്രാക്റ്റ് അനുസരിച്ച് നമുക്ക് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അസറ്റ് ട്രാൻസ്ഫർ ചെയ്യാതെ നമ്മൾ അഗ്രി ചെയ്ത പ്രൈസ് ഉണ്ടല്ലോ ആ പ്രൈസിൽ ഓരോ രണ്ട് പാർട്ടീസിനും ഓരോ ആളുകൾക്കുമുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ആ ലോസ് അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് മാത്രം ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. സോ ദീസ് ആർ ദ മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ക്യാഷ് മാർക്കറ്റ് ആൻഡ് ഡെറിവേറ്റീവ് മാർക്കറ്റ്. ഇനി ലാസ്റ്റ് ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വാട്ട് ആർ ദ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടിംഗ് ടു ദ ഗ്രോത്ത് ഓഫ് ഡെറിവേറ്റീവ്സ്. അപ്പോൾ ഒരു ഡെറിവേറ്റീവ് ഇത്രത്തോളം ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ദ ഫസ്റ്റ് വൺ, പ്രൈസ് വൊളാറ്റിലിറ്റി. നമുക്കറിയാം ദ മാർക്കറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ്. ഓരോ ദിവസവും ഓരോ അസറ്റിൻ്റെയും പ്രൈസ് കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്തെങ്കിലും ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ്റെ പ്രൈസ് ഫ്ലക്ച്വേഷനെ കവർ ചെയ്യാനുള്ള ഒരു ഹെഡ്ജിങ് സ്ട്രാറ്റജി ആയിട്ടാണ് നമ്മൾ ഡെറിവേറ്റീവ് എടുക്കുന്നത്. സോ പ്രൈസ് വൊളാറ്റിലിറ്റി ഹെൽപ്സ് ഇൻ ഇൻക്രീസിങ് ഗ്രോത്ത് ഓഫ് ഡെറിവേറ്റീവ്സ്. ദ നെക്സ്റ്റ് വൺ, ഗ്ലോബലൈസേഷൻ ഓഫ് മാർക്കറ്റ്. ഇപ്പോൾ നമ്മൾക്കറിയാം ഇന്ത്യയൊക്കെ ഗ്ലോബലൈസ്ഡ് ആയി. സോ ഗ്ലോബലൈസേഷൻ കൂടുന്നതിലൂടെ നമ്മളുടെ ട്രേഡിങ് കൂടും. ഓക്കെ, സോ നമ്മളുടെ എക്സ്പോഷർ ആൻഡ് കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ് ഇൻക്രീസ് ചെയ്യാണ്. സോ നമ്മളുടെ റിസ്ക്കും കൂടുകയാണ്. സോ ആ റിസ്കിനെ ഹെഡ്ജ് ചെയ്യാൻ എന്ത് ചെയ്യും, ഡെറിവേറ്റീവ്സ് നമ്മൾ എടുക്കും. അങ്ങനെ ഗ്ലോബലൈസേഷനും എന്ത് ചെയ്യുന്നുണ്ട്, ഡെറിവേറ്റീവ്സിൻ്റെ ഗ്രോത്തിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ദ നെക്സ്റ്റ് വൺ, ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്. സോ ഓരോ ദിവസവും നമ്മളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്ന ടെക്നോളജി നമ്മൾ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് അഡീഷണൽ റിസ്ക് ആൻഡ് മണി ഒക്കെ ആവശ്യമായിട്ട് വരും. സോ അങ്ങനെ എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ ആ റിസ്ക്, ടെക്നോളജി കാരണം ഉണ്ടാകുന്ന റിസ്ക് ഹെഡ്ജ് ചെയ്യാനും നമ്മൾ എന്ത് ചെയ്യും, ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് എടുക്കും എന്നുള്ളതാണ്. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് സോഫിസ്റ്റിക്കേറ്റഡ് റിസ്ക് മാനേജ്മെൻറ്റ് ടൂൾസ്. നമ്മൾക്ക് ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൽ റിസ്ക് മാനേജ് ചെയ്യാൻ കുറേ ടൂൾസ് അവൈലബിൾ ആണ്. ന്യൂലി ഡെവലപ്ഡ് സോഫിസ്റ്റിക്കേറ്റഡ് ടൂൾസ് ആർ കോൺട്രിബ്യൂട്ടേഴ്സ് ടു ആൻ എഫിഷ്യൻറ്റ് ഡെറിവേറ്റീവ് മാർക്കറ്റ്. അങ്ങനെ റിസ്ക് മാനേജ് ചെയ്യാനുള്ള കുറേ ടൂൾസ് അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ഡെറിവേറ്റീവ്സ് അവൈലബിൾ ആയതുകൊണ്ട് ആ ടൂൾസും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഡെറിവേറ്റീവ് മാർക്കറ്റിൻ്റെ ഗ്രോത്തിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ദ നെക്സ്റ്റ് വൺ, ഇറ്റ് ഹെൽപ്സ് ഇൻ അഡ്വാൻസ്മെൻറ്റ് ഇൻ ഫിനാൻഷ്യൽ തിയറീസ്. The advancement in financial theories is a contributor to the growth of derivatives. ഇപ്പോൾ നമുക്ക് ഫ്യൂച്ചർ ഓപ്ഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡെറിവേറ്റീവ്സ് പ്രൈസ് ചെയ്യാനും അല്ലെങ്കിൽ അതിൻ്റെ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാൻ കുറേ മോഡൽസ് ആൻഡ് തിയറീസ് അവൈലബിൾ ആണ്. സോ അത്രയും ഈസി ആയിട്ടുള്ള മോഡൽസ് ആൻഡ് തിയറീസ് ഒക്കെ ഈസിലി അവൈലബിൾ ആയതുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് എൻ്റർ ചെയ്യാൻ ഉള്ള ഒരു മോഡൽ നമുക്ക് ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ അത്രയും ഒരു ഡെവലപ്ഡ് ആയിട്ടുള്ള തിയറീസ് ഉള്ളതും എന്ത് ചെയ്യുന്നുണ്ട്, ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിൻ്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് ഫാക്ടേഴ്സ്. സോ ദാറ്റ്സ് അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. അപ്പോൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ്സിൽ വരാത്ത കുട്ടികൾ എന്ത് ചെയ്യണം, ഈ ക്ലാസ് കേട്ടതിന് ശേഷം എന്തായിരുന്നു ക്ലാസ് എന്നുള്ളത് ഒരു ചെറിയ ഷോർട്ട് നോട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ. അപ്പോൾ ഷോർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ ഞാനൊരു നോട്ട് തരാം, അതായത് ഒരു ടോപ്പിക്ക് തരാം. ഫോർ എക്സാമ്പിൾ, ഓക്കെ, ഹു ആർ ദ പ്ലെയേഴ്സ് ഇൻ ഡെറിവേറ്റീവ് മാർക്കറ്റ്. അതിൽ ഹു ആർ ദ പ്ലെയേഴ്സ്, ആ ഒരു 4 പ്ലെയേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. ആ 4 പ്ലെയേഴ്സിൻ്റെ ഒരു ജസ്റ്റ് ചെറിയൊരു 2 ലൈൻ ആയാലും മതി, ഒരു നോട്ട് ഉണ്ടാക്കിയിട്ട് എല്ലാവരും ബൈ ടുഡേ നൈറ്റ് സെൻഡ് ചെയ്യണം. ഇന്ന് നൈറ്റ് സെൻഡ് ചെയ്തവർക്ക് അറ്റൻഡൻസ് തരുള്ളൂ ഇന്നത്തെ ക്ലാസ്സിന്. ഓക്കെ, സോ താങ്ക് യു ഓൾ.